കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ അനുഗ്രഹീതമായ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവവചനം കേൾക്കേണ്ടതിന് ഇവിടെ വന്നുയർന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും ഞാൻ വന്ദനം ചൊല്ലുന്നു. വിശേഷിച്ച് ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന പ്രിയ ടിജോ പാസ്റ്റർ, അതുപോലെ എനിക്ക് പ്രിയങ്കരായിട്ടുള്ള ഞാൻ ഏറെ സ്നേഹിക്കുന്ന ദൈവദാസന്മാർ ഒരുപാട് പേര് ഇന്ന് രാത്രിയിൽ ഇവിടെയുണ്ട്. പാസ്റ്റർ ജെ ജോൺ ഉൾപ്പെടെയുള്ള ഷിബു പാസ്റ്റർ, ബാബു പാസ്റ്റർ, അങ്ങനെ എല്ലാ ദൈവദാസന്മാരെയും ഞാൻ സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. ഞാൻ കേരളത്തിൽ കണ്ടു പരിചയിച്ച ഒത്തിരി മുഖങ്ങളെ ഇവിടെ കാണുന്നു എന്നുള്ളതിൽ എനിക്ക് ആശ്ചര്യവും അത്ഭുതവും ഒക്കെ തോന്നുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒട്ടും ആമുഖങ്ങൾ കൂടാതെ നമ്മുടെ ദൈവവചനത്തിലേക്ക് വരാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന സമയമാണിത്. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം വായിച്ചു കൊള്ളാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. വാക്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആമേൻ. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ടിജോ പാസ്റ്റർ പറയുകയായിരുന്നു, 4 കുടുംബങ്ങളെ കൊണ്ട് ആരംഭിച്ച ഈ പ്രവർത്തനത്തെ ഇത്രത്തോളം ദൈവം വിശാലമാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ പ്രവർത്തനത്തിൻ്റെ മുൻപിലുണ്ട്. കർത്താവ് തുടർന്നും ഇതിനെ വളർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ പോവുകയാണ്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദയവായ കണ്ണുകളെല്ലാം കർത്തൃസന്നിധിയിൽ ഒന്ന് അടച്ചാട്ട്, എല്ലാ ദരങ്ങളും ഒന്ന് തുറന്നാട്ട്. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല. ഒരുമിച്ചൊന്ന് പാടിക്കേ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെ പോൽ ആരാധ്യനില്ല. ഹല്ലേലൂയ പഠിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പഠിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ ഒരുമിച്ച് പഠിക്കാൻ രുചിച്ചെറിഞ്ഞു, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചെറിഞ്ഞു. യേശുവേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും
ഉച്ചത്തിൽ ആ നാമം ഉറക്കെ വന്ന് വിളിച്ചേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായ. ഒന്നുകൂടെ ഒന്ന് പാടിക്കേ, യേശുവേ യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. രാജാതി രാജാവേ, കർത്താതി കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്നു. ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുള്ളതിന് സ്തോത്രം ചെയ്യുന്നു. ആത്മമണ്ഡലത്തെ ഞങ്ങൾക്ക് തുറന്നു തരണമേ, ദുരാത്മമണ്ഡലങ്ങളെ കീഴടക്കണമേ. രക്ഷിക്കപ്പെടുന്നവരുടെ സേവകാത്മാക്കളായ ദൂതന്മാരെ ഇന്ന് രാത്രി ഈ അന്തരീക്ഷത്തിൽ അങ്ങ് അയക്കുമാറാകണമേ. ഈ ഓഡിറ്റോറിയം മുഴുവൻ യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. അവിടുത്തെ സാന്നിധ്യത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. സന്തോഷത്തോടെ അക്കരം ഉയർത്തി ഒരിക്കൽ കൂടി എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്ക് ആധാരമായി നമ്മളിവിടെ വായിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ധന്യനായ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങൾ എന്നറിയപ്പെടുന്ന 2 ലേഖനങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്ന് തെസ്സലോനിക്ക ലേഖനം 1-ാമത്തെ ലേഖനവും 2-ാം ലേഖനവുമാണ്. എന്തുകൊണ്ടാണ് ഇവയെ ആ പേരിൽ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയുടെ കാര്യകാരണ സഹിതമായ വിവരണങ്ങൾ ഈ ലേഖനങ്ങൾ നടത്തുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ ലേഖനങ്ങളെ അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങളെന്ന് വിളിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷതയുടെ ആ പൂർണ്ണ രൂപം നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിലാണ് കാണുന്നത്. പെട്ടെന്ന് അന്ത്യകാഹളനാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നിടയിലെന്നൊക്കെ കൊരിന്ത്യ ലേഖനത്തിൽ കാണുന്നുവെങ്കിലും അതിനെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ തെസ്സലോനിക്ക ലേഖനത്തിലാണ്. ആ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഈ ലേഖനങ്ങളാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവയെ ഈ പേരിൽ അറിയപ്പെടുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ ഈ വായിച്ച വാക്യത്തിനകത്ത് പോൾ പറയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത് എന്നാണ്. ഈ മഹത്വത്തെക്കുറിച്ചുള്ള വെളിപ്പാട് തെസ്സലോനിക്ക സഭയോട് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. നിങ്ങളെ തെസ്സലോനിക്ക ലേഖനം ഈ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യം തൊട്ടൊക്കെ നാം കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അവണ്ണം തന്നെ സംഭവിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുക, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചുവോ, ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ എന്ന് ഭയപ്പെട്ട് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വസ്തുതയെ അറിയേണ്ടതിന് ആളെ അയച്ചു. അപ്പൊ പോളിന് പോലും ആശങ്കയുണ്ടാകത്തക്ക വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ, പീഡനങ്ങളിലൂടെ സഭ കടന്നു പോകുകയാണ്. ഇനി 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പീഡനത്തിൻ്റെ വലുപ്പം
വലിപ്പം പൗലോസ് അവിടെ പറയുന്നുണ്ട്. അപ്പൊ പീഡനത്തിനകത്തൂടെ പോകുന്ന ദൈവസഭയോടാണ് ഭാവിപരമായി വെളിപ്പെടുവാൻ പോകുന്ന അനുഗ്രഹത്തെ പോള് വിശദീകരിക്കുന്നത്. അതായി ഇവിടെ നമ്മൾ വായിച്ചത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പൊ പോള് പറയുക, നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുകയാണ്, സുവിശേഷ ഘോഷണത്താലാണ് നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ആ രക്ഷയ്ക്ക് വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വിളിയുടെ ആത്യന്തികമായ ലക്ഷ്യമാണ് മഹത്വത്തിൻ്റെ പ്രാപനം എന്ന് പറയുന്നത്. ഈ രക്ഷയുടെ ഭാവികമായ അനുഗ്രഹമാണ് മഹത്വത്തിൻ്റെ പ്രാപനം എന്ന് പറയുന്നത്. ഇനി ഞാൻ ആ മഹത്വം എന്താണ് എന്ന് പറയാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ആ മഹത്വം എന്ന വാക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. മലയാളത്തിൽ ഈ മഹത്വം എന്ന വാക്കിന് രണ്ട് പദങ്ങൾ ഒരുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പദമാണ് മഹത്വം, രണ്ടാമത്തെ പദമാണ് തേജസ്. മഹത്വം എന്ന് പറഞ്ഞാലും തേജസ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണുള്ളത്. അത് ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിലാകുന്നത്. മഹത്വം എന്ന് എഴുതിയിരിക്കുന്നതും തേജസ് എന്ന് എഴുതിയിരിക്കുന്നതും ഗ്ലോറി എന്ന ഒറ്റ വാക്കുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം രണ്ടിനും ഒരേ അർത്ഥമാണ്, രണ്ടും ഗ്ലോറിയാണ്. അപ്പം മലയാളത്തിൽ മഹത്വം, മലയാളത്തിൽ തേജസ്, ഇംഗ്ലീഷിൽ അത് ഗ്ലോറിയാണ്. എന്നാൽ അത് ഗ്രീക്കിലേക്ക് വരുമ്പോൾ ഡോക്സയാണ്, അത് ഹീബ്രുവിലേക്ക് പോകുമ്പോൾ കബോധാണ്. അപ്പൊ ഡോക്സ എന്ന് വിളിക്കുന്ന, കബോധ് എന്ന് വിളിക്കുന്ന, ഗ്ലോറി എന്ന് വിളിക്കുന്ന ഈ മഹത്വം അല്ലെങ്കിൽ ഈ തേജസ് എന്താണത്? നമുക്കിനി അതിൻ്റെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അതിൻ്റെ വലിപ്പം കൂടുതലായിട്ട് മനസ്സിലാകും. ഈ കബോധ് അല്ലെങ്കിൽ ഡോക്സ ഈ പദത്തിന് പ്രധാനപ്പെട്ട 5 അർത്ഥങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ അർത്ഥം സ്പ്ലെൻഡർ എന്നാണ്. സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ ഗാംഭീര്യം, ശോഭ, കാന്തി, ഭാസുരത്വം, പ്രതാപശക്തി എന്നൊക്കെയാണ്. രണ്ടാമത്തെ അർത്ഥം ബ്രൈറ്റ്നസ് എന്നാണ്, തിളക്കം, തെളിച്ചം എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. മൂന്നാമത്തെ അർത്ഥം എക്സലൻസ് എന്ന് പറയുന്നതാണ്, മേന്മ, മഹിമ, ഉത്കൃഷ്ടത എന്നൊക്കെ നമുക്ക് വിളിക്കാം. നാലാമത്തെ അർത്ഥം ഡിഗ്നിറ്റി എന്നാണ്. ഡിഗ്നിറ്റി എന്ന് പറയുമ്പോൾ പ്രഭാവം, കുലീനത, മാഹാത്മ്യം, ശ്രേഷ്ഠത, മഹത്വം എന്നൊക്കെ വിളിക്കാം. അഞ്ചാമത്തെ അർത്ഥം മജസ്റ്റിയാണ്, ഐശ്വര്യം, തേജസ്, വല്ലഭത്വം. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ അർത്ഥങ്ങളിൽ ഓരോന്നോരോന്ന് നിങ്ങളൊന്ന് ആഡ് ചെയ്ത് ആ സംഭവത്തിൻ്റെ വലിപ്പം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കുക. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഗാംഭീര്യം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ കാന്തി, ശോഭ പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രഭാവം, കുലീനത പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐശ്വര്യം, വല്ലഭത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ ആ മഹത്വം എന്ന് പറയുന്ന വാക്ക് കൂടുതൽ മനസ്സിലാകുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം എന്നുള്ളതിനെ ഈ പറയപ്പെട്ട അർത്ഥത്തിൽ കൃത്യമായി ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു വാക്യമുണ്ട്. അത് 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 15-16 വാക്യങ്ങളാണ്. വാസ്തവത്തിൽ ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു വാക്യമാണ്. ഇത് നമ്മുടെ ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ദൈവത്തെ നിർവചിക്കുന്ന ഒരു വാക്യമാണ്. നിങ്ങളുടെ വാക്യത്തിലേക്ക് നോക്കിക്കേ. ധന്യനായ ഏകാധിപതി, എല്ലാവരും കൂടെ പറഞ്ഞു, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. ഇത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു നിർവചനം. അതിൽ ഈ ഗ്ലോറിയുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് അതിനകത്തുണ്ട്. അത് 16-ാമത്തെ വാക്യത്തിലാണ്. ആ വാക്ക് നോക്കിയേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയാം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ
വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വേർഡിന്റെ ഘടന ഈസി റീഡ് വേർഷൻ എന്ന് പറയുന്ന ഒരു ബൈബിൾ പരിഭാഷയിലാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഹി ലീവ്സ് ഇൻ ലൈറ്റ് സോ ബ്രൈറ്റ് ദാറ്റ് പീപ്പിൾ കനോട്ട് ഗോ നിയർ ഇറ്റ്. ഒരു മനുഷ്യനു അടുക്കുവാൻ കഴിയാത്ത, സമീപിക്കുവാൻ കഴിയാത്ത അത്ര വെളിച്ചത്തിലാണ് നമ്മുടെ ദൈവമായിരിക്കുന്നത്. ആ വെളിച്ചത്തെ വിളിക്കുന്ന പേരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം. ഇവിടെ എൻ്റെ കണ്ണിന് നേരെയാണ് മിക്കവാറും ലൈറ്റുകളെല്ലാം ഇരിക്കുന്നത്. ഈ ലൈറ്റ് എത്ര വോൾട്ടാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ ലൈറ്റിലേക്ക് അവിടെ ഇരിക്കുന്നവർക്ക് കാണാമെന്ന് തോന്നുന്നു. ഈ ലൈറ്റിലേക്ക് ഒരു 10 സെക്കൻഡ് സൂക്ഷിച്ചു നോക്കിയിട്ട് ഈ സദസ്സിലേക്ക് നോക്കിയാൽ ഇത്രയും വെളിച്ചമുണ്ടെങ്കിലും ഒരു തരം ഇരുട്ടായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ അതിതീവ്രതയിൽ നമുക്ക് കാഴ്ചയല്ല ഉണ്ടാകുന്നത്, നമുക്ക് അന്ധതയാണ് ഉണ്ടാകുന്നത്. എൻ്റെ പ്രിയരെ, ഇവിടെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഏതാണ്ട് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ കരുതുന്നത്. നമ്മുടെ കണ്ണിന് മനസ്സിലാക്കാൻ പറ്റുന്ന, ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വെളിച്ചത്തിൻ്റെ ഒരു ലെവലുണ്ട്. അത് കഴിഞ്ഞാൽ ആ വെളിച്ചം നമുക്ക് അസ്വസ്ഥതയായിരിക്കും. ഇതുകൊണ്ടാണ് പറയുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ഇനി ആ വെളിച്ചത്തെ നിങ്ങൾക്ക് അല്പം കൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ വേറൊരു സംഭവം കൂടെ പറയാം. ഈ പൗലോസ് ഈ ദമസ്കോസിന്റെ പടിവാതിൽക്കലേക്ക് കയറുമ്പോൾ പൗലോസിനുണ്ടായ എൻകൗണ്ടർ ഉണ്ടല്ലോ. അവിടെ നമ്മൾ വായിക്കുന്നത് നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിഞ്ഞൊരു വെളിച്ചം. അപ്പോസ്തല പ്രവൃത്തി 26:13 പോൾ പറയുന്ന കാര്യമാണ്. ആ വാക്ക് ശ്രദ്ധിച്ച്, രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടി യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. പോള് മിഡിൽ ഈസ്റ്റിലാണ് നിൽക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. സൂര്യൻ ഏറ്റവും ബ്രൈറ്റായിട്ട് പ്രകാശിക്കുന്നത് കാണാൻ കഴിയുന്ന ഇടം മിഡിൽ ഈസ്റ്റാണ്. ഒരു 12:30 സമയത്തൊക്കെ പുറത്തോട്ടിറങ്ങിയാൽ കണ്ണഞ്ചിപ്പോകും അല്ലേ? പോൾ പറയുകയാണ്, നട്ടുച്ചയ്ക്ക് ആ സൂര്യനെ കവിഞ്ഞൊരു വെളിച്ചം, സൂര്യനെ കവിഞ്ഞൊരു വെളിച്ചം. സോദരം, നിങ്ങളത് മനസ്സിലാക്കാൻ നാളെ ഉച്ചയാകുമ്പോ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രകാശിപ്പിച്ച് നോക്ക്. സൂര്യന്റെ പ്രകാശത്തെ കവിയുന്ന പ്രകാശത്തെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് അങ്ങനെ അപ്പൊ മനസ്സിലാകും. സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞ ഒരു പ്രകാശം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. ഇവിടെ പോൾ പറയുന്നു, സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ഞങ്ങൾക്ക് തോന്നിയെന്നല്ല, ആ നട്ടുച്ച സമയത്ത് ഞങ്ങളെ ചുറ്റി പ്രകാശിക്കുന്നു. അതെവിടെ നിന്നാ വന്നേ? ആകാശത്ത് നിന്നാണ് വന്നത്. അപ്പൊ ആകാശത്തിൽ നിന്ന് വന്ന സൂര്യന്റെ വെളിച്ചത്തെ കവിഞ്ഞ ഒരു വെളിച്ചം, ചുറ്റി പ്രകാശിച്ച ആ വെളിച്ചം ഗ്ലോറി അല്ലാതെ എന്താണ്? നിങ്ങൾ മിണ്ടുന്നില്ല. ഇതാണ് മഹത്വം എന്ന് പറയുന്നത്. ഇത് പ്രാപിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചെന്നാ പറയുന്നത്. ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ഇങ്ങോട്ട് പിടിക്കണം. മിക്കവാറും ദൈവസാന്നിധ്യം വെളിപ്പെട്ട ഇടത്തെല്ലാം ഇതുപോലൊരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവന്റെ മുൻപിലുള്ള പ്രകാശത്താൽ തീക്കനൽ ജ്വലിച്ചു. കേട്ടോ, പ്രകാശം. അത് കഴിഞ്ഞ് നിങ്ങൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. അവിടെ നമ്മുടെ കർത്താവിന്റെ മുഖത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അതാ ഗ്ലോറി. നിങ്ങൾ മിണ്ടുന്നില്ല. അതാ ഗ്ലോറി എന്ന്. വെളിപ്പാട് പുസ്തകം 22:5 നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ സൂര്യന്റെ വെളിച്ചവും വേണ്ട, ചന്ദ്രന്റെ വെളിച്ചവും വേണ്ട, കുഞ്ഞാടാണ് അതിന്റെ വെളിച്ചം. അതിന്റെ പേരാണ് ഗ്ലോറി.
ആമേൻ. ഈ ഗ്ലോറിയുടെ മുന്നിൽ സത്യത്തിൽ സൂര്യനും ചന്ദ്രനും നിൽക്കാൻ പറ്റത്തില്ല. ഞാനത് വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ യെശയ്യാ പ്രവചനത്തിലേക്ക് വരണം. യെശയ്യാ പ്രവചനം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും വാഴുകയാലും അവന്റെ മൂപ്പന്മാരുടെ മുൻപിൽ തേജസ് ഉണ്ടാകിയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഈ തേജസ് വന്നപ്പോ ചന്ദ്രന് നാണം വന്നു, സൂര്യന് ലജ്ജ വന്നു. അങ്ങനല്ലേ കാണുന്നേ? എപ്പോഴാ തേജസ് വെളിപ്പെട്ടപ്പോ. സ്വതന്ത്രം. ഞാനിപ്പോ ജി എന്നും ജി മേജർ എന്നും ജി ഷാർപ്പ് എന്നും C7 എന്നും ഒക്കെ പറഞ്ഞ് പുള്ളി വായിക്കും, ഞാൻ പാടുകയും ചെയ്യും. പക്ഷെ സാക്ഷാൽ യേശുദാസ് ഇങ്ങോട്ട് കയറി വരികയാണെങ്കിൽ സ്പോട്ട് ഞാൻ പാട്ട് നിർത്തും. കാരണം അതിയാന്റെ മുന്നിൽ പാടാനുള്ള ആ ഒരു കരുത്ത് എനിക്ക് പോരാ. മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതാ. ഇതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണേ, അതിനെ തെറ്റിദ്ധരിക്കരുത്. ഇതുപോലെ ഈ റിയലായിട്ടുള്ള ഗ്ലോറി അങ്ങോട്ട് വെളിപ്പെട്ടപ്പോ ഇതുവരെ വലിയ വെളിച്ചമാണെന്ന് പറഞ്ഞിരുന്ന സൂര്യൻ അങ്ങ് ലജ്ജയായിപ്പോയി. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞു. രാത്രിയിലെ പ്രകാശമായ ചന്ദ്രൻ അങ്ങ് നാണക്കേടായിപ്പോയി. അപ്പൊ സൂര്യനെ ലജ്ജിപ്പിക്കുന്ന പ്രകാശമാണ് തേജസ് എങ്കിൽ ആ തേജസ്സിന്റെ വലിപ്പം എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഇത് പ്രാപിക്കാനാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ നിറമൊക്കെ ഇവിടെ ഉള്ളൂ കേട്ടോ. അത് വെളുത്തതായാലും കറുത്തതായാലും ചോക്ലേറ്റ് ആയാലും അത് എന്നതായാലും ഇവിടം വരെ ഉള്ളൂ. സ്വതന്ത്രം. ഇതിന്റെ മുകളിൽ നമ്മൾ വേറൊന്ന് ധരിക്കാൻ പോവാം. അത് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിലോ രാമയും പറഞ്ഞു. പണ്ട് ഒരു കർത്തൃദാസൻ പാടിയ ഒരു പാട്ടുണ്ട്. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നീരം മാറിയിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. പാടാൻ ആഗ്രഹമുണ്ട്, സമയമില്ലാത്തതുകൊണ്ട്. ഒത്തിരി പാടാനുണ്ട് നമുക്ക്. നീതി സൂര്യൻ വരുമ്പോൾ അവിടുത്തെ പ്രഭയുടെ കാന്തി കൊണ്ട് നമ്മുടെ ഇരുൾ നിറം മാറും. അപ്പൊ ഈ നിറം ഇവിടെ വരെ ഉള്ളൂ. മരണത്തിന്റെ അപ്പുറത്ത് നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുന്നത് ഗ്ലോറിയാണ്. ഇതാ പോൾ പറയുന്നേ. ഈ മഹത്വം പ്രാപിക്കാനാ വിളിച്ചേക്കുന്നേ. കുഞ്ഞെ കളയരുത് ഇത്. ഏതെ ഈ മഹത്വത്തെ കളയരുത്. അതുകൊണ്ടാ CS മാത്യു പാസ്റ്റർ പാടിയത്. മണ്ണെ പ്രതി മാണിക്യം വെടിയോയില്ല ഞാൻ. അല്ലേ? ഇവിടെയുള്ളതെല്ലാം മണ്ണാണ്. എന്തൊക്കെ എടുത്താലും മണ്ണാണ്. പക്ഷെ വരാനിരിക്കുന്നത് മാണിക്യമാണ്.
കിടപ്പുണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞാട്ടെ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം. എല്ലാരും കൂടെ ആ വരികൾ ഒരുമിച്ചൊന്ന് പഠിക്കേ. മണ്ണെ പ്രതി, ഒന്നുകൂടെ പാടിക്കേ. ഈ മണ്ണെ പ്രതി പാസ്റ്റർ OM രാജുക്കുട്ടിയുടെ ഭാര്യ പിതാവാണ് പാസ്റ്റർ CS മാത്യു. OM രാജുക്കുട്ടി പാസ്റ്ററുടെ മകൾ ഇവിടെ ഹാലിഫാക്സിലുണ്ട്. ഞാൻ അവിടെ കഴിഞ്ഞ ആഴ്ച കൺവെൻഷന് ചെന്നപ്പോ അവരെ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ളതെല്ലാം മണ്ണാണ് കേട്ടോ. ഹല്ലേലൂയ. ഈ മണ്ണ് വേണ്ടെന്ന് വെച്ചാൽ മാണിക്യം കിട്ടും. അതാണ് ഗ്ലോറി. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ പറയണം, എനിക്ക് മണ്ണല്ല വേണ്ടുന്നത്, വെളിപ്പെടാനിരിക്കുന്ന ഗ്ലോറിയാണ്. അത് പറയുന്നവരുണ്ടെങ്കിൽ അക്കാരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനോടൊന്ന് പറ, ഈ മഹത്വത്തിന് വേണ്ടി നിൽക്കാനുള്ള അഭിഷേകം അങ്ങ് എനിക്ക് തരണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ആത്മാവിൽ ഒരു 30 സെക്കൻഡ് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ ഹല്ലേലൂയ. ഈ തേജസ്സിനെ പച്ചയ്ക്ക് കണ്ടിട്ടുണ്ട് ചിലര് കേട്ടോ. ഈ കണ്ടവരൊക്കെ അവരവരുടെ വിശദീകരണങ്ങൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കറക്റ്റ് ആകാൻ ചിലപ്പോൾ കറക്റ്റ് അല്ലാതിരിക്കാം. യേശു യോർദാനിൽ സ്നാനമേറ്റു, വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ കണ്ടവരാ പറഞ്ഞത്, പ്രാവ് പോലെയാണെന്നാ തോന്നുന്നത്. അപ്പൊ കാഴ്ചക്കാർക്ക് തോന്നിയതാ പ്രാവ് പോലെയെന്ന്. അപ്പൊ ഇതുപോലെ ഈ തേജസ് കണ്ടവർക്ക് തോന്നി. എന്നിട്ട് അവരാ തേജസ്സിനെ കണ്ടിട്ട് അവര് ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കുമ്പം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകും. ഈ ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവന്റെ പ്രഭ. ഹല്ലേലൂയ. മലയാളത്തിൽ ആ പ്രഭ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ അത് ഗ്ലോറി എന്ന്. എന്നാൽ പ്രഭ എന്ന ആശയത്തിൽ തന്നെ ചില പരിഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നുണ്ട് കണ്ടംപററി ഇംഗ്ലീഷ് വേർഷനിൽ. ദ ബ്രൈറ്റ്നസ്, അവിടുത്തെ പ്രഭ. ആമേൻ. അത് 4-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ ഹബക്കൂക്ക് വീണ്ടും പറയുകയാണ്, സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വന്നു. ആമേൻ. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ. അത് കണ്ടംപററി ഇംഗ്ലീഷ് ഭാഷ എഴുതിയിരിക്കുന്നത്, യുവർ ഗ്ലോറി ഷോൺ ലൈക്ക് ദ സൺ. സൂര്യൻ എങ്ങനെയാണോ പ്രകാശിക്കുന്നത് അതുപോലെയാണ് നിന്റെ മഹത്വം കണ്ടത്. അപ്പൊ 1-ാമത്തെ പദം പ്രഭ പോലെ. ഹബക്കൂക്കിന് ആദ്യം അങ്ങനെ തോന്നി. അല്പം കഴിഞ്ഞപ്പോൾ ഹബക്കൂക്ക് പറഞ്ഞു, പ്രഭ പോലെയല്ല, സൂര്യൻ പ്രകാശിക്കുന്നത് പോലെയാ. ഇയ്യോബിന്റെ പുസ്തകം 37:22 ഇയ്യോബ് പറയുന്നത് സ്വർണശോഭ എന്ന ആ വാക്ക് ഇവിടെ പെട്ടെന്ന് പ്രൊജക്ട് ചെയ്യും. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചാൽ മതി. വടക്ക് നിന്ന് സ്വർണശോഭ പോലെ വരുന്നു. ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. ഇയ്യോബ് 37:22. ആമേൻ.
ഒന്നുകൂടെ, വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു. ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. അവിടെ ഇയ്യോബ് ആ തേജസ്സിനെ ശരിക്കും തൻ്റെ വാക്കിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറയുന്നത് അത് സ്വർണ്ണശോഭ പോലെയാണ്. അപ്പൊ ഹബക്കുക്ക് തേജസ്സിനെ കണ്ടിട്ട് പറഞ്ഞു അത് പ്രഭയാണ്. അപ്പോൾ തന്നെ ഹബക്കുക്ക് പറഞ്ഞു അത് സൂര്യന്റെ ആ ഒരു പ്രകാശം പോലെയാണ്. എന്നാൽ ഇയ്യോബ് പറയുന്നു അതൊരു സ്വർണ്ണശോഭ പോലെയാണ്. ഈ സ്വർണ്ണശോഭ എന്ന് പറയുമ്പം അത് ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്ന യെഹെസ്കേലിന്റെ പുസ്തകം 1:27 വാക്യത്തിലാണ്. അവിടെ വായിക്കുന്നു, അവന്റെ അര മുതൽ മേലോട്ട് അതിനകത്ത് ചുറ്റും തീക്കൊത്ത ശുക്ല സ്വർണം പോലെ ഞാൻ കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിൻ്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. അപ്പൊ അവന്റെ അര മുതൽ മേലോട്ടെന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു പദമാണ്. കണ്ടംപററി ഇംഗ്ലീഷ് വേർഷനിൽ ആ വാക്ക് എഴുതിയിരിക്കുന്നത് ഇറ്റ് വാസ് ഗ്ലോയിങ് ലൈക്ക് മെറ്റൽ ഇൻ എ ഹോട്ട് ഫർണസ്. നമുക്ക് മലയാളികൾക്ക് മനസ്സിലാകുന്ന പോലെ പറയാം, ഈ കൊല്ലൻ ഈ സ്വർണം ഉരുക്കുന്ന സമയത്തെ അദ്ദേഹത്തിന് മുന്നിലുള്ള ആ തീക്കകത്തേക്ക് സ്വർണ്ണമിട്ട് സ്വർണത്തിന് തീ പിടിക്കുമ്പം ആ സ്വർണം കത്തുന്ന ആ ജ്വാലയുണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേര് ഇറ്റ് വാസ് ഗ്ലോയിങ് ലൈക്ക് മെറ്റൽ ഇൻ എ ഹോട്ട് ഫർണസ്. ഒരു ഹോട്ട് ഫർണസിനകത്ത് മെറ്റൽ കത്തുമ്പോൾ അതിൻ്റെ ജ്വാല എങ്ങനെയാണോ അതുപോലെയാണ്. ഹല്ലേലൂയ. ഞാൻ സ്വർണ്ണശോഭ എന്ന തേജസ്സിനെ കണക്ട് ചെയ്തിരിക്കുന്നത് പറയാൻ വേണ്ടി പറഞ്ഞത്. ഇതുപോലെ ഒരു വാക്യമാണ് യെഹെസ്കേൽ 1:4. ആ വാക്യം ഞാൻ വായിക്കുന്നില്ല. ഹല്ലേലൂയ. ഇത് വേറെ എഴുതിയിട്ടുണ്ട് യെഹെസ്കേലിന്റെ പുസ്തകം 8-2 വാക്യം. ഇതൊരു കുറച്ചുകൂടെ ഒരു 2-2.5 മണിക്കൂറൊക്കെ ഉള്ള ഒരു മീറ്റിംഗ് ആയിരുന്നെങ്കിൽ ഞാൻ ഈ വാക്യങ്ങളെല്ലാം അല്പം കൂടെ കാര്യമായിട്ട് വിശകലനം ചെയ്യാമായിരുന്നു. എന്നാൽ നമുക്ക് പെട്ടെന്ന് സമയം ഓടിപ്പോകുന്നത് കൊണ്ട്, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ മര്യാദയില്ലാതെ സമയം ഓടിപ്പോകുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ഓടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എന്നോടൊപ്പം വരണം. ആമേൻ. അപ്പൊ ഗ്ലോറിയെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. ഇനിയും ഗ്ലോറിയെ തീ എന്ന് വിളിച്ചിട്ടുണ്ട്. തീ, ഗ്ലോറി കണ്ടവർക്ക് തീ പോലെ തോന്നി. സ്വോത്രം. ഉള്ളത് പറഞ്ഞാൽ തീ എന്നുള്ള വാക്ക് ഇപ്പോൾ പറയാനായിട്ട് തന്നെ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ വാക്യത്തിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട്. പുറപ്പാട് പുസ്തകം 24-17 വാക്യം. ആ വാക്യം നോക്കിയേ. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ, വാക്യം നിങ്ങൾ വായിക്കും, ഞാൻ വായിക്കുന്നില്ല. ഒന്നുകൂടെ പറ. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ. ആ വാക്യത്തിൽ ആ ഗ്ലോറിയെ അവർ അങ്ങനെ തന്നെ വിളിച്ചിരിക്കുക. അത് തേജസ്സിന്റെ കാഴ്ചയാണ്. പക്ഷെ അതെങ്ങനെ തോന്നി? തീ പോലെ. ഓ എൻ്റെ പ്രിയരെ, നിങ്ങൾ ഈ വാക്കുകളെ ലിറ്ററലി ഒന്ന് എടുത്തിട്ട് നമ്മൾ ഈ മഹത്വം പ്രാപിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മേൽ വരാനിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. ജീസസ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം. ഹല്ലേലൂയ. ഈ മേഘത്തെ ചിലയിടങ്ങളിലൊക്കെ, ഈ തേജസ്സിനെ ചിലയിടങ്ങളിലൊക്കെ മേഘമെന്ന് വിളിച്ചിട്ടുണ്ട്. ആമേൻ. പുറപ്പാട് പുസ്തകം 16 വാക്യം നോക്കുമ്പോൾ യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു. ഈ മേഘം എന്ന് പറയുമ്പോൾ അതൊരു നാച്ചുറൽ ഫിനോമിനയാണെങ്കിൽ, മഹത്വമുള്ള മേഘത്തെ ദൈവശാസ്ത്രപരമായി വിളിക്കുന്ന ഒരു പേരുണ്ട്. അത് തയോഫനിക് ക്ലൗഡ് എന്നാണ്. തയോഫനിക് ക്ലൗഡ്, മഹത്വമുള്ള മേഘം. ഗ്ലോറി. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 9:15 വാക്യത്തിൽ ഈ മേഘത്തെ അല്പം കൂടെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തിരുനിവാസം നിവർത്തിയ നാളിൽ മേഘം സാക്ഷ്യകൂടാരമെന്ന തിരുനിവാസത്തെ മൂടി. സന്ധ്യാസമയം തൊട്ട് രാവിലെ വരെ അത് തിരുനിവാസത്തിന്റെ മേൽ അഗ്നിപ്രകാശം പോലെയായിരുന്നു. ഗ്ലോറി. ഗ്ലോറി തിരുനിവാസത്തിന്റെ മുകളിൽ അങ്ങനെ നിന്നേ പറ. അഗ്നിപ്രകാശം പോലെ. ഹല്ലേലൂയ.
അതാ ഞാൻ പറഞ്ഞത്. ഇവരിതെല്ലാം കണ്ടതാ, കണ്ണുകൊണ്ട് കണ്ടതാ. കണ്ടിട്ട് അവരുടെ ഭാഷ വിളിച്ചതാ. ഇസ്രായേൽ ജനം പറഞ്ഞു തീ പോലെയാണെന്ന്. ഈയോ പറഞ്ഞു സ്വർണ്ണശോഭ പോലെയാണ്. യെഹെസ്കേലും അത് തന്നെ പറഞ്ഞു, ഗ്ലോറി, സ്വർണം കത്തിയാൽ എങ്ങനെ ഇരിക്കും അതുപോലാണ്. എന്നാൽ ഹബക്കുക്ക് പറഞ്ഞു അതൊരു പ്രഭയാണ്, ചിലപ്പോ അത് സ്വർണം, ചിലപ്പോ അത് സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ പ്രാപിക്കും. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഈ നമ്മുടെ പിതാക്കന്മാരൊക്കെ ഈ ഗ്ലോറി കാണാനാ കൊതിച്ചത് കേട്ടോ. അവർക്ക് ഭയങ്കര കൊതിയായിരുന്നു ഈ മഹത്വം ഒന്ന് കാണണം. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ ഈ മഹത്വത്തിന്റെ കാര്യകാരണ സഹിതമായ പ്രസംഗമൊന്നും നമ്മുടെ ഇടയിൽ ഇല്ല. നമുക്ക് ഇതിനെ കുറിച്ചൊട്ട് അറിയത്തുമില്ല. ഇനി കഴിഞ്ഞ ദിവസം എവിടെയോ പ്രസംഗിച്ചപ്പം യോശുവയുടെ കാലഘട്ടത്തിലെ തലമുറയെ കുറിച്ച് പറഞ്ഞു. യോശുവ കഴിഞ്ഞിട്ട് ഏറിയ കാലം ജീവിച്ചിരുന്ന പിതാക്കന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. പക്ഷേ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ യോശുവയും ആ തലമുറയൊക്കെയും പിതാക്കന്മാരോടങ്ങ് ചേർന്നു. സ്തോത്രം. ഏതാ? ദൈവത്തെ ഭയപ്പെടണമെന്ന്, ദൈവകൃപയിൽ ജീവിക്കണമെന്ന്, കർത്താവിനെ അല്ലാതെ വേറെ ആരെ സേവിക്കരുതെന്ന്, ലോകത്തിൻ്റെ പുറകെ പോകരുതെന്ന്, അല്ലെങ്കിൽ ന്യായവിധി ഉണ്ടാകുമെന്നൊക്കെ കറ തീർന്ന് പ്രസംഗിച്ച അപ്പന്മാരുടെ കാലഘട്ടത്തിൽ ജനം ദൈവത്തെ സേവിച്ചു. ഇപ്പൊ ആ തലമുറയെല്ലാം പിതാക്കന്മാരോട് ചേർന്നു. ബാക്കി നിങ്ങൾ വായിര്. ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത എന്റെ പ്രിയരെ, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം. അല്ലെങ്കിൽ ആ തലമുറയെ വിളിക്കുന്ന പേര് വേറൊരു തലമുറ എന്നാ. സ്വതന്ത്രം മോനെ, ഇപ്പോഴാണ് ഈ 900 ഒക്കെ വന്നേ, SX 900. ഇതിനു മുൻപ് ഈ 95 കാലഘട്ടത്തിലൊക്കെ കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സാധനം ഇങ്ങനെ ഇത്രേ കാണത്തുള്ളൂ. കാസിയോയുടെ ഇതൊക്കെ ആയിരുന്നു വെച്ചു. ഇത് വലിയ സാധനമായിരുന്നു. പിന്നൊരു 98 കാലഘട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോൾ ഇത്രയും വലിപ്പമുള്ള കീബോർഡൊക്കെ വന്നു. പക്ഷെ ടോൺ മാറിയാൽ ചുപ് 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 എന്ന് കേട്ടോണ്ടിരിക്കും. നീ ടോൺ മാറിയാൽ നാട്ടുകാർക്ക് മൊത്തം മനസ്സിലാകും ടോൺ മാറിയെന്ന്. സ്വതന്ത്രം. ഞാൻ പറഞ്ഞ കാലഘട്ടം മാറുക. ഇപ്പം ഇവിടെ മുട്ടലെഴുതുന്ന പിള്ളേർക്ക് പോലും ഈ ചുപ് ചുപ്പ് കേൾക്കുന്ന കീബോർഡ് വേണ്ട. അവർക്ക് വായിക്കാൻ തുടങ്ങുമ്പോൾ SX 900 തന്നെ. ഞാൻ പറഞ്ഞത് സംവിധാനം മാറിയെന്നാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് അഹൂജയുടെ 20-ന്റെ ഒരു ആംപ്ലിഫയറും ഒരു 4 കോളാമ്പി ഉണ്ടെങ്കിൽ ഒരു കൺവെൻഷനാണ്. അങ്ങനെ ആയിരുന്നു. സ്വതന്ത്രം. ഒരു ഹാർമോണിയവും ഒരു തബലയും ഒരു ട്രിപ്പിൾ ഡ്രമ്മും കൂടെ ഉണ്ടെങ്കിൽ വലിയ കൺവെൻഷനാണ്. 4 കോളാമ്പി 20-ന്റെ ഒരു ആംപ്ലിഫയറും ഇത്ര സാധനം, ഒരു ഹാർമോണിയ പെട്ടിയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം റെഡിയാണ്. പക്ഷെ ഇപ്പൊ അത് വല്ലതാണ്. ലൈനറയാണോ ഇട്ടേക്കുന്നത്? അതാ ചോദിക്കുക. ലൈനറയാണോ, ഡിജിറ്റൽ മിക്സറാണ്? അനലോഗ് എന്ന് കാണുമ്പോഴേ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ സിസ്റ്റം ഒക്കെ മാറിയേ. ഇപ്പം നല്ല വെടിച്ചില്ല സംഭവമൊക്കെ വന്നു. ഡിജിറ്റൽ വന്നു, ചുപ് ചുപ്പെന്ന് കേൾക്കാത്ത സാധനം വന്നു. അതാണ് സംഭവമൊക്കെ ഭയങ്കര കാര്യമായിട്ട് മാറി. ഞാൻ പറഞ്ഞത് വലിയ പരിപാടിയൊക്കെയാണ്. നല്ല പാട്ടാണ്, ശ്രുതി ചേർത്ത് നല്ല താളത്തിലും മേളത്തിലും ഒക്കെ പാടുകയാണ്. പക്ഷെ കർത്താവ് പറയുക വേറൊരു തലമുറയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്നാ പറ. സ്തോത്രം. ഇന്ന് പുസ്തകം എഴുതാൻ ഇവരാരും ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഈ തലമുറയെക്കുറിച്ച് മിക്കവാറും വേറൊരു തലമുറ എന്ന് എഴുതിയനെ.
ദൈവത്തെ ഭയപ്പെട്ട വിശുദ്ധന്മാരുള്ള ഒരു കാലഘട്ടം സഭയ്ക്ക് ഉണ്ടായിരുന്നു. അന്ന് അറുത്ത് കീറി പ്രസംഗിക്കുമായിരുന്നു. അവർക്ക് സഭ മാറണ്ടായിരുന്നു. സ്തോത്രം. വചനത്തിന് മുമ്പിൽ കരയുമായിരുന്നു. യോശുവയുടെ കാലത്തെ പിതാക്കന്മാരെ കുറിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നത് 7-ാമത്തെ വാക്യത്തിൽ, വചനത്തിന് മുമ്പിൽ കരയുന്നവർ. വചനം കേട്ടാൽ അവർ കരയുമായിരുന്നു. നോക്ക് യോശുവ ന്യായാധിപന്മാരുടെ പുസ്തകം 2-7 വാക്യം. അവര് വചനത്തിന് മുമ്പിൽ കരയുന്നവരായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു 4-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. സോറി, 4-ാമത്തെ വാക്യം. അവര് വചനത്തിന് മുമ്പിൽ കരയുന്നവർ. ഇന്നത് തിരിഞ്ഞു. ഇന്ന് നമ്മള് ചിരിക്കുക. ചിരിച്ച് അപ്പൊ വചനം നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്തിനാ? ചിരിക്കാൻ. ഈ പിതാക്കന്മാര് കണ്ടോ, യഹോവയുടെ ദൂതൻ ഈ വചനം ഇസ്രായേൽ മക്കളോട് പറഞ്ഞപ്പോൾ ജനം ഉച്ചത്തിൽ വചനത്തിന്റെ മുമ്പിൽ കരയുന്നവർ. ആമേൻ. കാനഡയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി 10-21 വീട് നിനക്ക് തരാൻ പോവുക എന്ന് പറയുമ്പോൾ കരയാൻ വലിയ പാടൊന്നുമില്ല. പക്ഷേ ആത്മാവിനെ തൊടുന്ന, ഹൃദയത്തെ കീറുന്ന വചനം കേൾക്കുമ്പോൾ കരയാൻ പറ്റുന്നുണ്ടെങ്കിൽ അവനെയാണ് ആത്മീയൻ എന്ന് വിളിക്കേണ്ടത്. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറ. അവരാണ് ദൈവത്തെ സേവിക്കുന്ന തലമുറ. ഹല്ലേലൂയ. അല്ലാതെ ചർച്ചിനകത്തൊരു ക്ലബ്ബ് സെറ്റപ്പിനകത്ത് വന്നിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേര് വേറൊരു തലമുറ. വേണമെങ്കിൽ അവരെ വക്രതയും കോട്ടവും ഉള്ള തലമുറ എന്ന് വിളിക്കാം. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പറയാം, ബഥേൽ കേരള ചർച്ചിൽ സ്തോത്രം വേറൊരു തലമുറ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മൈൻഡ് സെറ്റിംഗ് തന്നെ മാറി. നമുക്ക് ഉപദേശം കേൾക്കാണ്ട് അനുഗ്രഹം കേട്ടാൽ മതി. അത് സ്തോത്രം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാ. ഉപദേശമുള്ള അടുത്ത് നമുക്ക് എന്തുവാണ് എന്ന് ഈ ഉപദേശം. സ്തോത്രം. 23 വർഷമായി ഞാൻ സഭാ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു സഭയുടെ പാസ്റ്റർ എന്നുള്ളതല്ല ഞാൻ പറയാം. സ്തോത്രം. ഈ ദൈവവചനത്തിന്റെ ചില കാതലായ കാര്യങ്ങൾ പറയുമ്പോൾ ജനത്തിനകത്തുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. പക്ഷെ അതിന്റെ ചൂട് കഴിയുമ്പോൾ പിന്നെയും പഴയ സ്റ്റൈലിലോട്ട് തിരിയും. പിന്നെയും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് വിധേനയും നമ്മൾ ഈ തെസ്സലോനിക്ക ലേഖനത്തെ കുറിച്ച് വായിച്ചപ്പോൾ പോൾ പറഞ്ഞില്ലേ, പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിച്ചോ? ഞങ്ങളുടെ പ്രയത്നം വെറുതെ ആയിപ്പോയോ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ വസ്തുത അറിയാൻ എനിക്കങ്ങ് സഹിച്ചുകൂടാ, ഞാൻ ആളിനെ അയച്ചു. ഇങ്ങനെയുള്ള ദൈവദാസന്മാർ ഈ തലമുറയിൽ വേണ്ടുന്നത്. നിങ്ങൾ പലരും മിണ്ടുന്നില്ലല്ലോ. വിശ്വാസത്തിന്റെ വസ്തുത എങ്ങനെ ഇരിക്കുന്നു? പരീക്ഷകൻ വല്ലതും പറഞ്ഞു പരീക്ഷിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. സ്വോത്രം. നമ്മൾ വേറൊരു തലമുറയാകരുത്. ദൈവനാമത്തിന്റെ മഹത്വത്തിനായി നിൽക്കുന്ന, തേജസ്സിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയായിട്ട് വേണം ജീവിക്കാൻ. ശബ്ദമുയർത്തി ഒരു ആമേൻ പറ. നമ്മൾ ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈസിയായിട്ട് അതിനകത്തോട്ട് ചെന്ന് കയറാമെന്ന് കരുതരുത്. ഇതൊരു വലിയ പ്രോസസ്സിനകത്ത് കൂടെ നമ്മളെ ദൈവം മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ റോമാലേഖനം 8-29-30 വാക്യങ്ങളാണ്. നിങ്ങളെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അടുത്ത വാക്കുണ്ടോ? മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാ ചെയ്തത്? 1 മുന്നറിഞ്ഞു, 2 മുൻ നിയമിച്ചു. ഈ മുന്നറിഞ്ഞ മുൻ നിയമിച്ചവരെ ദൈവം എന്ത് ചെയ്തു? വിളിച്ചു. ഹലോ, സ്തോത്രം. 3 കാര്യങ്ങൾ നമ്മുടെ മേൽ നടന്നിരിക്കുകയാണ്. 1, ഒരു മുന്നറിവുണ്ടായിട്ടുണ്ട്. 2, ഒരു മുൻ നിയമനം ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. എന്നോടൊപ്പം ഉണ്ടോ? എന്നൊക്കെയാ? മുന്നറിവുണ്ടായി, മുൻ നിയമനം ഉണ്ടായി. ഈ മുൻ നിയമനം എപ്പോഴാണ് നടന്നതെന്നറിയാമോ? നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, പഴയ ഒരു പാട്ട്.
ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ. എങ്ങനെ? ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ. ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. ലോകത്തിൽ വന്നു തൻ ജീവനെ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയ, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയ, എന്നെയും യോഗ്യന എണ്ണീയ സ്നേഹമേ, എന്നെയും യോഗ്യന എണ്ണീയ സ്നേഹമേ. എപ്പോഴാ കണ്ടേ? ലോകസ്ഥാപനത്തിന്റെ മുൻപ്. മുന്നറിഞ്ഞു, മുൻ നിയമിച്ചു, നമ്മളെ വിളിച്ചു. വിളിച്ചു എന്ന് മാത്രമല്ല, റോമലേഖനത്തിൽ പറയുന്നു വിളിച്ചവരെ നീതീകരിച്ചു. ഈ നീതീകരണം എന്ന് പറയുന്ന പദം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ലൈനുള്ള പേപ്പറാണ്. ഈ നീതീകരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കയ്യിൽ ഒരു എഴുതിയ പേപ്പർ ഉണ്ടെങ്കിൽ, സ്തോത്രം, ഒരു എഴുതിയ പേപ്പർ, എന്തെങ്കിലും പ്രിന്റ് ചെയ്ത ഒരു പേപ്പർ, ഇതുപോലെയാണ് വാസ്തവത്തിൽ പാപി ഇതുപോലെയാണ്. അവനിലേക്ക് നോക്കിയാൽ കാണുന്നത് മുഴുവൻ പാവ. സ്തോത്രം. എന്നാൽ നീതീകരണം എന്ന് പറയുന്നത് ഇതുപോലെ പാപിയായിരുന്ന ഒരു മനുഷ്യനെ, ഇത് എഴുതിയിട്ടുള്ള പേപ്പറല്ല, പാപമേ ചെയ്യാത്ത ഒരുവനെ പോലെ ആക്കുന്ന കാര്യപരിപാടിയാണ്. ആമേൻ. മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നത്. പാപിയായ മനുഷ്യനെ പാപമേ ചെയ്യാത്ത ഒരുത്തനെ പോലെ ആക്കുക. ഞാൻ ഈ ഇടയ്ക്ക് ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ വലപ്പാട് ജോസ് എന്ന് പറയുന്ന ഒരു അച്ചായൻ, വലപ്പാട് ജോസിനെ കുറിച്ച് ചിലർക്ക് അറിയായിരിക്കും, ഒരു ഗുണ്ടയായിരുന്നു. സ്തോത്രം. തൃശ്ശൂരുള്ള വലിയൊരു ക്രിമിനലായിരുന്നു. ആ യോഗത്തില് അലി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. 41 കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ്. കണ്ണൂർ സെൻട്രൽ ജയില്, വിയൂർ സെൻട്രൽ ജയില്, പൂജപ്പുര സെൻട്രൽ ജയില്, 3 സെൻട്രൽ ജയിലുകളിൽ ശിക്ഷ അനുഭവിച്ച 41 കേസിലെ പ്രതി. ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള എത്രയോ മനുഷ്യർ, വെള്ളത്തൂവൽ സ്റ്റീഫനെ പോലെ, ഗീതാ കൃഷ്ണനെ പോലെ, റിനി ജോർജിനെ പോലെ എത്ര ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതുപോലുള്ള പാപികളാകട്ടെ, ആ പാപിയെ പാപമേ ചെയ്യാത്ത ഒരുവനെ പോലെ ആക്കുന്നതാണ് നീതീകരണം. അതെങ്ങനെ പാസ്റ്ററെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അതാണ് യേശുക്രിസ്തുവിന്റെ രക്തം ചെയ്യുന്നത്. റോമലേഖനം 3-25 വാക്യത്തിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. കണ്ടോ, മുൻകഴിഞ്ഞ മുഴുവൻ പാപത്തെയും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, അതാ പ്രായശ്ചിത്ത രക്തം മൂലം. കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത. കുഞ്ഞെ, നീ ഏത് പാപിയാണെങ്കിലും യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത രക്തം നിന്റെ മേൽ വീഴുമ്പോ, ആ പ്രായശ്ചിത്ത രക്തത്താൽ നീ ചെയ്ത മുഴുവൻ പാപത്തെയും നിരുപാധിക ക്ഷമിച്ച്, അതാ പറയുന്നത്, ദൈവം തന്റെ പൊറുമയിൽ, ദൈവത്തിന്റെ ക്ഷമയിൽ അതങ്ങ് ക്ഷമിക്കുക. മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നേ. ഹല്ലേലൂയ. പോരാ, ശബ്ദം ഉയർത്തി. നമ്മൾ പാടത്തില്ലേ, ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ശുദ്ധിക്കായി യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ. ഹീമം പോൽ നീ കളങ്കമോ നിന്നങ്കി, കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ഈ രക്തത്തിൽ ഒന്ന് മുങ്ങിയാൽ, ഒന്ന് കുളിച്ചാൽ,
സകല പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുകയാണ്. പാപം ചെയ്ത പാപിയെ പാപമേ ചെയ്യാത്ത ഒരുത്തനെ പോലെ ആക്കുന്ന കാര്യപരിപാടിയാണ് നീതീകരണം എന്ന് പറയുന്നത്. Glory. Hallelujah. നമ്മൾ ആരാണ്? നമ്മൾ മുന്നറിയപ്പെട്ടവർ, മുൻനിയമിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ. വിളിക്കപ്പെട്ടിട്ട് നമ്മളെ നീതീകരിച്ചു. ആ ഉറപ്പുള്ളവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നീതീകരണത്തിന്റെ ഉറപ്പ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞെ, എന്തോ ഒരു കുഴപ്പമുണ്ട്. നിന്റെ പാപക്ഷമ മുഴുവൻ കിടക്കുന്നത് നീതീകരണത്തിന്റെ അകത്താണ്. വിസ്താര ഭയത്താൽ ഞാൻ ആ ഭാഗം അവിടെ നിർത്തുക. ആമേൻ. ഈ നീതീകരണത്തിന്റെ അടുത്ത പടിയാണ് വിശുദ്ധീകരണം. എപ്പോഴും നീതീകരണത്തിന്റെ റിസൾട്ടാണ് വിശുദ്ധീകരണം. ഞാൻ അങ്ങനെ പറയുമ്പോൾ ബൈബിൾ അങ്ങനെ പറയുന്നു. റോമർ 6:22, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ അതിന്റെ ഫലം വിശുദ്ധീകരണം. വായിച്ചേ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച അതാ ഈ നീതീകരണം. ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ. അപ്പൊ നീതീകരണം വന്നപ്പോ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിന്റെ ദാസനായി. അപ്പോ അതിന്റെ ഫലം എന്താ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വിശുദ്ധീകരണം അപ്പച്ചന്മാർക്ക് മാത്രം ഉള്ളതല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. ഒരാമയും പറ. നിങ്ങൾ പലരും മിണ്ടുന്നില്ലല്ലോ. എനിക്കറിയാം ഇത് സ്തോത്രം ഭൂരിപക്ഷം ചെറുപ്പക്കാരായി ഇരിക്കുന്നതേ. ഈ ചർച്ചിൽ ഇങ്ങനെ കൈയടിച്ചും ഗ്ലോറി പറഞ്ഞു ഒന്നും വലിയ ശീലമൊന്നും നമുക്ക് അങ്ങോട്ട് ഇല്ല. അപ്പൊ പുതുതായിട്ട് പെട്ടെന്നൊരു ശീലം ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാ. എന്നാലും ഈ വചനം അങ്ങോട്ട് മനസ്സിലാകുമ്പോ അമിട്ട് പൊട്ടുന്നത് പോലെ കർത്താവിനെ ഒന്ന് സ്തുതിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു നല്ല ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞാട്ടെ. ഈ വിശുദ്ധീകരണം ഒരാവശ്യമാണ്. അതിന്റെ കാരണം ആരാ എപ്പോഴാ മരിക്കുന്നതെന്നൊന്നും അറിയില്ല. ഈ കഴിഞ്ഞ ദിവസം ICF-ലെ ശിവ് പാസ്റ്ററോടൊപ്പം മിനിസ്ട്രി ചെയ്യുന്ന പാസ്റ്ററാണ് സജീവ് പാസ്റ്റർ. ഞങ്ങൾ രണ്ടും കൂടെ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പാസ്റ്റർക്ക് ഒരു ഫോൺ വന്നു. ഇവിടെ KCA-യിലെ ഒരു പയ്യൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, 26 വയസ്സേ ഉള്ളൂ. 26 വയസ്സ്. അപ്പം മരണത്തിന് ഇപ്പൊ പ്രായം ഒരു വിഷയമൊന്നുമല്ല കേട്ടോ. ടിജോ പാസ്റ്ററുടെ പെങ്ങളുടെ മോൻ എത്ര വയസ്സുണ്ടായിരുന്നു? 35 വയസ്സ്. ഫ്ലൂട്ട് വായിക്കുന്ന ജിജിൻ രാജന് എത്ര വയസ്സുണ്ടായിരുന്നു? 36 വയസ്സ്. നമ്മൾ പണ്ട് പ്രായമുള്ള അപ്പച്ചന്മാരെയൊക്കെ കണ്ടിട്ട് പറയായിരുന്നു, കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമല്ലയോ. ഇപ്പൊ അപ്പച്ചന്മാരല്ല കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്നത്, ചെറുപ്പക്കാരാ. ആരും എപ്പോൾ വേണമെങ്കിലും മരിക്കാം. വാഴ വെട്ടിയിട്ടതുപോലെ വീണ് മരിക്കാം. അങ്ങനെ ഒരു പാട്ടുണ്ട്, ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം, ലേശമില്ലാ സമയങ്ങൾ. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അറിഞ്ഞോണം. ഹല്ലേലൂയ. എനിക്കിങ്ങനെ ഈ പ്രസംഗിക്കുമ്പോൾ ടോപ്പിക് അനുസരിച്ച് ഈ പാട്ട് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ പാടുന്നില്ല, പാടിയാലേ എല്ലാം പാട്ടായിരുന്നെന്ന് പറയത്തില്ലേ, അതുകൊണ്ടാണ്. വേറൊരു പാട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും, നാളെ നാളെ എന്നതോർത്ത് ഭീതിയേറും യാത്രയിൽ. നമ്മളിങ്ങനെ നാളെ 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 ജിജപാസ് പറഞ്ഞല്ലോ, പലരെയും വിളിച്ചതാ. പക്ഷെ ഈ പ്രാവശ്യം പ്രസംഗിക്കേണ്ട ഞാൻ തന്നെ. സ്തോത്രം. എന്നാലും ഈ ദൂത് വരത്തുള്ളെന്ന് ജോൺ പാസ്റ്റർ, എനിക്ക് എപ്പോഴും ഈ സ്റ്റേജിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു സംഘർഷമുണ്ട്. ഈ പ്രസംഗം തന്നെയാണോ ഇവിടെ പ്രസംഗിക്കേണ്ടതെന്ന്. സ്തോത്രം. ഇന്നും സംഘർഷം ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ഇത് ഇന്നിവിടെ പറയേണ്ട ദൂതാണ്. ചെറുപ്പക്കാരോട് ഞാൻ ആത്മാവിൽ പറയുകയാണ്, സ്തോത്രം, നീതീകരണം ലഭിച്ചവൻ അതിന്റെ ഫലമായ വിശുദ്ധീകരണത്തിലേക്ക് പൊക്കോണം. ഇത് അപ്പീലില്ലാത്ത കാര്യമാണ്. അത് ടീച്ചർ പാസ്റ്റർ കാണിക്കാനൊന്നുമല്ല. സ്തോത്രം കേട്ടോ. കർത്താവിന്റെ ദാസനോടൊപ്പം മിനിസ്ട്രി ചെയ്യുന്ന വേറെ ആരും കാണിക്കാൻ വേണ്ടിയല്ല, അത് കർത്താവുമായിട്ടുള്ള ബന്ധമാണ്.
അപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണത്തിന്റെ അന്തം നിത്യജീവൻ. ഞാൻ ആ വാക്യത്തെ ഒറ്റ വാക്യം പറഞ്ഞു വിടാം. വിശുദ്ധീകരണം എത്ര നാൾ പോകണം പാസ്റ്റർ എന്ന് ചോദിച്ചാൽ, നമ്മൾ അവസാനത്തെ വലിക്കുമല്ലോ, ആ വലിച്ചു വിടുന്ന ആ സെക്കൻഡ് വരെ നമ്മൾ തുടരേണ്ട കാര്യമാണ് വിശുദ്ധീകരണം. സ്വോത്രം. അപ്പം മുന്നറിഞ്ഞു, മുൻനിയമിച്ചു, വിളിച്ചു, നീതീകരിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. തേജസ്കരിച്ചു ഇരിക്കുന്നു. കുഞ്ഞെ പെട്ടെന്ന് വന്ന് ചാടിക്കയറാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല ഈ ഗ്ലോറിയുടെ ലെവൽ എന്ന് പറയുന്നത്. അതിനൊരു പ്രോസസ് ഉണ്ട്. അതിനെ പൂർത്തീകരിക്കുന്നതനുസരിച്ചാണ് നീ ഗ്ലോറിക്കകത്തോട്ട് കയറുന്നത്. കളയരുത് ഇതിനെ. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ശക്തിയോടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആട്ടെ, ഈ തേജസ്കരണം എപ്പോഴാണ് പാസ്റ്റർ സംഭവിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് നമ്മളെ വിളിച്ചത്. എപ്പോഴാണ് ഇത് പ്രാപിക്കുന്നേ? അതിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത എന്നാണോ അന്നാണ് നമ്മൾ തേജസ്കരണത്തിലേക്ക് നടക്കുന്നത്. ജീവനോടിരിക്കുകയാണെങ്കിൽ രൂപാന്തരം, മരിച്ചു മൺമറഞ്ഞു പോയെങ്കിൽ പുനരുത്ഥാനം. പുനരുത്ഥാനം എന്ന് പറയുന്ന വാക്കിനെ ഞാനൊന്ന് മനസ്സിലാക്കാം. അനാസ്റ്റസീസ്, അതാണ് അതിന്റെ ഗ്രീക്ക് പദം. അനാസ്റ്റസീസ് എന്ന് പറഞ്ഞാൽ ശരീരം വിട്ടുപോയ ആത്മാവും ആത്മാവില്ലാത്ത ശരീരവും വീണ്ടും ഒന്നാകുക. മരണമെന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വിരിയുന്നതാണ്. എന്നാൽ തേജസ്കരണം എന്ന് പറയുന്നത് ആത്മാവില്ലാത്ത ആ ശരീരത്തിലേക്ക് വീണ്ടും ആത്മാവ് വന്നിട്ട് നമ്മുടെ ശരീരം യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അങ്ങ് ഏകീഭവിക്കുന്നതാണ്. രാമൻ പറഞ്ഞാട്ടെ, ആ സമയമാണ് തേജസ്കരണം ഉണ്ടാകുന്നത്. ഒരാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നഷ്ടമാക്കരുത്. പാസ്റ്റർ, എന്നാണ് കർത്താവ് വരുന്നത്? കർത്താവ് വരാറായി എന്നാ ഞാൻ പറയുന്നേ. അതാ ബൈബിള് പറയുന്നേ. കർത്താവ് വരാറായി. രാമൻ പറഞ്ഞാണ്ട് കർത്താവ് ഉച്ചത്തിൽ പറ. ഒരു പഴയ പാട്ടുണ്ട്, കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ, ആയാറിൽ നീ കണ്ടിടും ദൂതർസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം. ബന്ധനമോ പല ചങ്ങലയോ ഉണ്ടാകാം ഭൂവിൽ, അതിലൊരു നാളും വളരാതെ പാർത്താലതു ഭാഗ്യം. വ്യാകുലയായവളെ പ്രാവേ ബാക്കായാണിവിടെ, കുതൂഹലമോടൊരു നാളിൽ നീ പാടിയിടും വേഗം. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം ക്രൂശിൻ സാക്ഷികളെ. കാഹളം കേൾക്കാറായെന്ന്. അതുകൊണ്ട് ഈ ദൂത് മറക്കരുത്. ബേതേൽ കേരള പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ
ഈ വർഷത്തെ ആനുവൽ കൺവെൻഷനിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുകയാണ്. കാഹളം കേൾക്കാറായി, തേജസ്സിൽ നമ്മുടെ കർത്താവ് വെളിപ്പെടാറായി, നാം ആ തേജസ്സിനെ പ്രാപിക്കാറായി. അതുകൊണ്ട് മണ്ണ് പ്രതി മാണിക്കത്തെ വെടിയരുത്. ഓ ജീസസ്. കൂട്ടുകാരൊക്കെ നിർബന്ധിക്കും കേട്ടോ, കൂട്ടുകാരൊക്കെ നിർബന്ധിക്കും, റൂംമേറ്റ്സ് നിർബന്ധിക്കും കേട്ടോ, പലതിനും നിർബന്ധിക്കും. പക്ഷെ പറയണം, ഞാൻ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ടവനാണ്, ഞാൻ മുന്നറിയപ്പെട്ടവനാണ്, ഞാൻ മുൻനിയമിക്കപ്പെട്ടവനാണ്, ഞാൻ വിളിക്കപ്പെട്ടവനാണ്, ഞാൻ തേജസ്കരിക്കപ്പെട്ടവൻ, അവൻ തേജസ്കരിക്കപ്പെടാനുള്ളവനാണ്. അതുകൊണ്ട് വേർപെട്ടു നിന്നോണം, അകലം പാലിക്കേണ്ടതിനോട് അകലം പാലിച്ചു നിന്നോണം. നാം തേജസ്കരിക്കപ്പെടാനുള്ളവരാണ്. കരങ്ങൾ അടിച്ച് ആരാധിക്കാമെങ്കിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ. ജീസസ്. യേശു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്, അവിടുത്തെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇന്ന് രാത്രി ഞാൻ എനിക്ക് വേണ്ടിയല്ല പ്രസംഗിക്കുന്നത്, ദൈവവചനത്തോട് മായം ചേർക്കാതെ കറ തീർന്ന് പ്രസംഗിക്കുകയാണ്. ആ മഹത്വം നഷ്ടപ്പെടരുത്. മക്കളെ, കർത്താവിനോട് ചേർന്ന് നിന്നോണം. എനിക്കറിയാം PR-ന്റെ ഇഷ്യൂ കാണുമായിരിക്കും, 40 ദിവസം കൂടെ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമായിരിക്കും. കർത്താവിനോട് ചേർന്ന് നിന്നോ. കോരസിനോട് പറഞ്ഞ വാക്ക് ഞാൻ പറയും, ഞാൻ നിനക്ക് മുൻപായി പോകും, ഞാൻ നിനക്ക് മുൻപായി പോകും, ഞാൻ ദുർഘടങ്ങളെ നിരപ്പാക്കും, ഞാൻ താമര കതികുകളെ ഖണ്ഡിക്കും, ഞാൻ ഇരുമ്പോടാമ്പലുകളെ തകർക്കും. നീ ഇവിടെ പ്രശ്നത്തിലായിട്ട് കാര്യമൊന്നുമില്ല. കർത്താവിന്റെ കരത്തിലോട്ട് കാര്യത്തെ കൊടുക്ക്. പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ആരാധിച്ചാട്ട്. എത്രത്തോളം ചേർന്ന് നിൽക്കാമോ അങ്ങോട്ടൊന്ന് ചേർന്ന് നിന്നോ. കർത്താവ് നിനക്ക് മുൻപായി പോകും. ഓ, ഭൗതികതയല്ല വിഷയം, കർത്താവാണ് വിഷയം. മോനെ, പത്രോസ് എന്ന് യേശുവിനോട് പറഞ്ഞു കരം കൊടുക്കാൻ കാശില്ലെന്ന്. കർത്താവ് പറയുക, നീ എന്തിനാ വിഷമിക്കുന്നത്? കടലിൽ ചെന്ന് ചൂണ്ടയിട്. നീ പിടിക്കുന്ന മീനിന്റെ വായിൽ ദ്വിദ്രമ ഉണ്ടെന്നല്ല, ചതുർദ്രമ. 2 നിനക്കും 2 എനിക്കും. ഞാൻ വിശ്വസിക്കുന്ന ഒരു ലാസ്റ്റ് മിനിറ്റും മിറക്കിൾ ദൈവം ചെയ്തിരിക്കും. ഞാൻ ആ വാക്കൊന്നൂടെ പറയാം, ഒരു ലാസ്റ്റ് മിനിറ്റ് മിറക്കിൾ. ആ വാക്കൊന്ന് പറയാമെങ്കിൽ ആത്മാവിലൊന്ന് പറഞ്ഞോ, എനിക്ക് വേണ്ടി എന്റെ ദൈവം ഒരു ലാസ്റ്റ് മിനിറ്റ് മിറക്കിൾ ചെയ്യും. 3 ദിവസം യോഗം കഴിഞ്ഞപ്പോ ആശീർവാദം പറയാൻ തുടങ്ങുക. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവരെ വെറുതെ വിടാൻ പറ്റത്തില്ല, ഇവര് വഴി വീഴും. കർത്താവിന് ആ ചിന്തയുണ്ട്. യോഗം കഴിഞ്ഞ് നീ പോകുമ്പോ വഴിയിൽ വീഴുമോ എന്നുള്ള ചിന്ത കർത്താവിനുണ്ട്. കർത്താവെ, വഴിയിൽ വീഴുമല്ലോ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ല, നീ പ്രാർത്ഥിച്ചില്ലേലും കർത്താവിന് ആ ചിന്ത ഉണ്ട്. നീ കർത്താവിന്റെ അടുക്കൽ ഇരുന്നാ മതി. മാർത്ത മൈക്രോവനി വെക്കുന്നു, അവിടുന്ന് എടുക്കുന്നു, ഇപ്പുറത്ത് വെക്കുന്നു, വലിയ പരിപാടിയാണ്. കർത്താവ് പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. മാർത്ത, നീ ഇങ്ങനെ കിടന്ന് വേവലാതിപ്പെടണ്ട, കർത്താവിന്റെ അടുക്ക വന്നിരിക്കേ, കർത്താവ് നിന്റെ കാര്യം ചെയ്തിരിക്കും. ആമേൻ പറഞ്ഞു. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാ വലിയ കാര്യം. ഞാൻ ഈ മഹത്വത്തിന്റെ വേറൊരു കാര്യം പറയാമേ. നമ്മുടെ കർത്താവ് ഈ മഹത്വത്തെ ഭൂമിയിൽ ഉപയോഗിച്ചു. സ്തോത്രം. ഈ മഹത്വത്തെ കർത്താവ് ഭൂമിയിൽ ഉപയോഗിച്ചു. കാനായിലെ കല്യാണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, വീഞ്ഞ് തീർന്നുപോയി. വീഞ്ഞാകണമെങ്കിൽ കുറഞ്ഞത് 21 ദിവസമെങ്കിലും വേണം. ഇനി ഉണ്ടാക്കാൻ പറ്റില്ല, വിവാഹം തീരും.
ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തില് സ്തോത്രം, കർത്താവ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. 11-ാമത്തെ വാക്യം, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവിടെ മഹത്വം എന്ന് വാക്കുണ്ടല്ലോ, സെയിം ഡോക്സായ, മാനിഫെസ്റ്റഡ് ഹിസ് ഗ്ലോറി. ഹല്ലേലൂയ. തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഭൂമിയില് മഹത്വത്തിന് 2 ലെവലുണ്ട്. ഒന്ന്, അത് നിത്യതയിൽ കിട്ടാനിരിക്കുന്നതാ. അത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥമാണ്. അപ്പോൾ തന്നെ ഈ മഹത്വത്തിന്റെ വെളിപ്പാടിൽ നീ നിൽക്കുമ്പോ ഈ കാര്യം നിനക്ക് ഭൂമിയിൽ അനുഭവിക്കാൻ പറ്റും. അവിടെ വായിക്കുന്നു, manifested his glory. Hallelujah. അത് ഗുഡ് ന്യൂസ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്, there he revealed his glory. സെയിം ഡോക്സ. ആ ഗ്ലോറി അവിടെ റിവീൽ ആയപ്പോ അവിടെ എന്താ സംഭവിച്ചെന്നറിയോ? പച്ചവെള്ളേ, ഇതിന് നിറമുണ്ടോ? കമൺ. ഇല്ല. മണമുണ്ടോ? ഇല്ല. രുചിയുണ്ടോ? ഇല്ല. അപ്പൊ നിറമില്ല, മണമില്ല, രുചിയില്ല. അതാണ് പച്ചവെള്ളം. കിണറ്റി കിടന്ന പച്ചവെള്ളം. ഇത് കോരി 6 കൽപാത്രങ്ങളിലേക്ക് ഒഴിച്ചു. അവിടെ കർത്താവ് തന്റെ ഗ്ലോറിയെ വെളിപ്പെടുത്തി. ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്തു. കൽപാത്രങ്ങളിൽ ഇതുവരെ കിടന്ന വെള്ളം നിറമില്ലാത്ത, രുചിയില്ലാത്ത, മണമില്ലാത്ത വെള്ളം ഗ്ലോറി റിവീൽ ആയപ്പോ, ആമേൻ, ഒറ്റ സെക്കൻഡ് കൊണ്ട് നിറമില്ലാത്തതിന് നിറം വന്നു, മണമില്ലാത്തതിന് മണം വന്നു, രുചിയില്ലാത്തതിന് രുചി വന്നു. ഞാൻ പറഞ്ഞത്, കുഞ്ഞ്, നീ മഹത്വത്തിന്റെ വെളിപ്പാടിൽ നിൽക്കാമോ? ഒരുപക്ഷെ ഇന്ന് നീ ഭയങ്കരമായി റിജക്റ്റഡാ. ആരോ പറയുന്നു രുചിയില്ല, ആരോ പറയുന്നു മണമില്ല, ആരോ പറയുന്നു നിറമില്ല. പക്ഷെ മഹത്വം നീയുമായി കണക്റ്റഡ് ആയാൽ, മഹത്വം നിന്റെ വിഷയത്തിൽ ഒന്ന് റിവീലായാൽ, നിന്റെ ജീവിതത്തിൽ മഹത്വം എന്ന് ഇറങ്ങി വന്നാൽ, ഒറ്റ സെക്കൻഡ് കൊണ്ട് നിറമില്ലാത്തതിന് നിറം വരാൻ പോകുകയാണ്. ഓ, രുചിയില്ലാത്തതിന് രുചി വരാൻ പോകുകയാണ്. വീട്ടിൽ റിജക്റ്റഡ് ആയിരിക്കും, സഭയിൽ റിജക്റ്റഡ് ആയിരിക്കും, ചെന്ന ഇടത്ത് മുഴുവൻ റിജക്റ്റഡ് ആയിരിക്കും. പക്ഷെ ഗ്ലോറിയുമായി നീ കണക്റ്റഡ് ആയാൽ നിന്റെ റിജക്ഷനുകളെ എന്റെ ദൈവം സെലക്ഷനുകളാക്കി മാറ്റും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തോ. കർത്താവിനോട് പറയാൻ പറ്റുമെങ്കിൽ ആത്മാവിൽ പറ, കർത്താവ്, ഞാൻ ഒത്തിരി റിജക്റ്റഡ് ആണ്, എന്റെ റിജക്ഷനെ ഒന്ന് സെലക്ഷൻ ആക്കണം. ചില വ്യക്തികളെ നോക്കി പ്രവചന ആത്മാവിൽ ഈ വാക്ക് ഞാൻ വിളിച്ചു പറയുകയാണ്. കുഞ്ഞ്, വേറെ മാർഗമില്ല കേട്ടോ. നിന്റെ പഠനം കൊണ്ട്, നിന്റെ മികവ് കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ അപ്പന്റെ പണം കൊണ്ട് നിനക്ക് നേടാൻ കഴിയുന്നതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്, വളരെ ലിമിറ്റേഷൻ. പക്ഷെ ഗ്ലോറി റിലീസായാൽ നിന്റെ ലിമിറ്റേഷനുകൾ പൊളിയും. എനിക്കറിയാം, മഹത്വം ഇന്ന് രാത്രി ചിലരെ തൊടാൻ പോകുകയാണ്. മഹത്വം ഇന്ന് രാത്രി ചിലരെ തൊടാൻ പോകുകയാണ്. എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കും, കർത്താവേ, ആ മഹത്വവുമായ ഒരു ബന്ധത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുവരണം. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിര്. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുക. അതുകൊണ്ട് അഭിഷേകത്തിൽ പ്രാർത്ഥിര്. മഹത്വവുമായി എന്നെ ഒന്ന് കണക്ട് ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ. കർത്താവ് നിന്നെ മഹത്വവുമായി കണക്ട് ചെയ്യാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരം നീട്ടി കർത്താവിന്റെ കരത്തിൽ ഒന്ന് പിടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് പിടിക്കാം. മഹത്വം, മഹത്വം, മഹത്വം. നിന്റെ ഇടത്തിരിക്കുന്ന വ്യക്തിയേക്കാൾ
നിന്റെ വലത്തിരിക്കുന്ന വ്യക്തിയേക്കാൾ, നിന്റെ മുൻപിലും പിൻപിലും ഇരിക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ യഥാവാനാണ് മഹത്വവാനായ ദൈവം. ഈ രാത്രി കർത്താവിനോട് പറ, മഹത്വമേ അങ്ങനെ ഒന്ന് തൊടണേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചോ. കുഞ്ഞെ കർത്താവ് നിന്നെ തൊടുന്നു. പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ചിലരുടെ മേൽ ദൈവശക്തി, ദൈവിക നിറവ് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ. മഹത്വം വെളിപ്പെടട്ടെ. എനിക്കറിയാം ചെറുപ്പക്കാരെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചു തുടങ്ങുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിന്റെ അവസാനത്തെ മിനിറ്റുകളിൽ അസാധാരണമായ ചില കാര്യങ്ങൾ ഈ ഹാളിനകത്ത് എന്റെ കർത്താവ് ചെയ്തു തുടങ്ങുന്നു. മഹത്വം ചിലരെ തൊടട്ടെ. ഈ വീഞ്ഞ് വിരുന്നുവാഴി രുചിച്ചു നോക്കിയപ്പോ അയാൾ പറയുക, ഇത്രയും നല്ലത് ഇതുവരെ എവിടെ വെച്ചിരുന്നു? ഇത്രയും നല്ലത് ഇതുവരെ എവിടെ വെച്ചിരുന്നു? പാസ്റ്ററെ, ഇതുവരെ പ്രവചിച്ചിട്ടുള്ളതിൽ ഏറ്റവും മികച്ച പ്രവചനങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെ പാടിയ പാട്ടുകളിൽ ഏറ്റവും മികച്ച പാട്ടുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അഭിഷക്തന്മാരെ, ഇതുവരെ ചെയ്ത മിനിസ്ട്രിയിൽ ഏറ്റവും മികച്ചത് സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരുപാട് രുചിച്ചോട്ടുണ്ട്, ഇതുവരെ ഇതെവിടെ വെച്ചിരുന്നു? ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയാ, നിന്റെ ജീവിതത്തിന്റെ നല്ല കാലങ്ങൾ തീർന്നെന്ന് നീ പറയുന്നു. നിന്റെ ജീവിതത്തിന്റെ സ്വസ്ഥമായ കാലങ്ങൾ അകന്നുപോയെന്ന് നീ പറയുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവം തരുന്ന നിയോഗത്തിൽ ഞാൻ പറയാം, ഇല്ല, തീർന്നിട്ടില്ല. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും മികച്ച നാളുകളിലേക്ക് നീ സ്റ്റെപ്പ് വെക്കാൻ പോകുന്നതേ ഉള്ളൂ. വിശ്വസിക്കുന്നവർ പരിസരം മറന്ന് ആത്മാവിൽ ആരാധിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ. ആത്മാവിൽ ആരാധിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ. യേശുവിന്റെ നാമത്തിൽ മഹത്വം വെളിപ്പെടാൻ തുടങ്ങിയ കാര്യങ്ങൾ തിരിയും. യേശുവിന്റെ നാമത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, റിജക്ഷനുകൾ കർത്താവ് പൊളിക്കും. യേശുവിന്റെ നാമത്തിൽ റിജക്ഷനുകൾ കർത്താവ് പൊളിക്കും. ഇതുവരെ പറഞ്ഞ ചില വാക്കുകളെ കർത്താവ് തിരുത്തി പറയിക്കും. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ ചിലതിനെ ദൈവം തിരുത്തും. ഓ, ചലിക്കട്ടെ. ഇടത്തും വലത്തും മുൻപിലും പിൻപിലും ഒന്നും നോക്കണ്ട. ഈ രാത്രി എനിക്കറിയാം ഒരുപാട് പ്രിയപ്പെട്ടവര് ഇതിന്റെ നടുവിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കരയാൻ തോന്നുന്നവർ ആത്മാവിൽ കരഞ്ഞോ. നിലവിളിക്കണമെങ്കിൽ ആത്മാവിൽ നിലവിളിച്ചോ. കരങ്ങൾ അടിക്കണമെങ്കിൽ കരങ്ങൾ അടിച്ചോ. അന്യഭാഷയിൽ ആരാധിക്കണമെങ്കിൽ അന്യഭാഷയിൽ ആരാധിച്ചോ. ഇത് മഹത്വത്തിന്റെ സമയമാണ്. ഇത് മഹത്വത്തിന്റെ സമയമാണ്. നിത്യതയിൽ നീ അനുഭവിക്കാൻ പോകുന്ന മഹത്വത്തിന്റെ ഒരനുഭവം ഈ മണ്ണിൽ നിനക്ക് അനുഭവിക്കാൻ പറ്റൂ. കർത്താവിനോട് പറ, എന്നെ നിറയ്ക്കേ. എല്ലാ യോഗത്തിനും വരുന്നത് പോലെ ഒരു യോഗത്തിനാ ഞാൻ വന്നത്. പക്ഷെ എന്റെ കർത്താവേ, ഇന്ന് രാത്രി ഈ യോഗത്തിൽ എന്റെ ജീവിതത്തെ അടിമുടി ഒന്ന് ചേഞ്ച് ചെയ്യണമേ. പ്രാർത്ഥിച്ചോ. എനിക്കറിയാം ചിലരുടെ മേൽ ഈ രാത്രി ഒരു നിറവ് വന്ന് വീഴുന്നു. ചിലരുടെ മേൽ ഒരു നിറവ് വന്ന് വീഴുന്നു. ചിലരുടെ മേൽ ഇന്ന് രാത്രി ഒരു പകർച്ച വന്ന് വീഴുന്നു. ചിലരുടെ മേൽ ഒരു പകർച്ച വന്ന് വീഴുന്നു. യേശുവിന്റെ നാമത്തിൽ തകർന്നവനായി കയറി വന്നതുപോലെ നീ തിരിച്ചിറങ്ങാൻ പോകുന്നില്ല. ഉടഞ്ഞവളായി കയറി വന്നതുപോലെ നീ തിരിച്ച് ഇറങ്ങാൻ പോകുന്നില്ല. ഇത് നിന്നെ കർത്താവ് അടിമുടി മാറ്റി മറിക്കുന്ന സമയമാണ്. പണ്ടുള്ളതിനെ ഓർക്കേണ്ട, മുൻപുള്ളതിനെ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പാഴ്മലകളിൽ നിന്ന് നദികൾ, മരുഭൂമികളിൽ നീർപ്പൊയ്കകൾ. അഭിഷേകത്തിൽ ആരാധിക്കുക. ആത്മശക്തിയിൽ ആരാധിക്കുക.
ആത്മശക്തിയിൽ ആരാധിക്ക്. ഇന്ന് നിങ്ങളുടെ ജീവിതം മാറാനുള്ള സമയമാണ്. നീണ്ട നാളുകൾ നീ കരഞ്ഞ കരച്ചിലുകൾക്ക് കർത്താവ് ഉത്തരം പറയുന്ന ദിവസമാണിത്. നീണ്ട നാളുകൾ നീ ചോദിച്ച ചോദ്യങ്ങൾക്ക്, കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നീ പറഞ്ഞ ചില വാക്കുകൾക്ക് കർത്താവ് ഉത്തരം പറയുന്ന ദിവസമായത്. യേശുവിന്റെ നാമത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക. Radhara Baushatini Handal Janamsia Ragathamana Gadagachana Randhal Janathana Ralbadana Hasmana Thanadana Yeshuvinda Namatil Yeshuvinda Namatil Roko Seketene ദയവായി എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ആ കണ്ണുകൾ അടച്ചാട്ടെ. പറ്റുമെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഉച്ചത്തിൽ പ്രാർത്ഥിക്ക്. ഉച്ചത്തിൽ പ്രാർത്ഥിക്ക്. ഉച്ചത്തിൽ പ്രാർത്ഥിക്ക്. എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. എല്ലാവരും കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിര്. കർത്താവേ, എന്നെ ഒന്ന് നിറയ്ക്കാൻ പറ. എന്നെ ഒന്ന് നിറയ്ക്കാൻ പറ. യേശുവേ, അങ്ങനെ ഒന്ന് നിറയ്ക്കാൻ പറ. യേശുവേ, അങ്ങനെ ഒന്ന് നിറയ്ക്കാൻ പറ. അങ്ങനെ ഒന്ന് നിറയ്ക്കാൻ പറ. അങ്ങനെ ഒന്ന് നിറയ്ക്കാൻ പറ. പറ പറ. കർത്താവേ, എന്നെ തൊടാൻ പറ. എൻ്റെ ജീവിതത്തെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ. എൻ്റെ ജീവിതത്തെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ. എൻ്റെ അനുഭവങ്ങളെ ഒന്ന് മാറ്റാൻ പറ. പലരും പറയുന്നത് പലതും ഞാൻ കേട്ടിട്ടുണ്ട്. പലരും എന്നെ നോക്കി പറഞ്ഞ ഒത്തിരി വാക്കുകളുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തെ ഒന്ന് ചേഞ്ച് ചെയ്യണം. വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. പരിശുദ്ധ രൂഹ പരിശുദ്ധ രൂഹ ഓ വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിൻ്റെ യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി. പരിശുദ്ധ രൂഹ പരിശുദ്ധ രൂഹ പരിശുദ്ധ രൂഹ പരിശുദ്ധ രൂഹ ആരുമില്ലാതേകനാകുന്നു. മരണനിഴലിൻ ഭീതിയേറുമ്പോ ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൻ ഭീതിയേറും
അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയം, വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങൾ, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഇസ്രായേലായി രാജാവായി എഴുന്നേൽക്കും, യാക്കോബ് ഇസ്രായേലായി മാറും ഇടയൻ. യാക്കോബ് ഇസ്രായേലായി മാറും, രാജാവായി എഴുന്നേൽക്കും, യാക്കോബ് ഇസ്രായേലായി മാറും, രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വസിക്ക. ആരോ പറഞ്ഞു നിന്റെ ജീവകാലം മുഴുവൻ നീ യാക്കോബാകുമെന്ന്. പക്ഷെ മഹത്വം ചലിക്കാൻ തുടങ്ങുമ്പോൾ യാക്കോബേ, കർത്താവ് നിന്നെ ഇസ്രായേലാക്കും. കർത്താവ് നിന്നെ ഇസ്രായേലാക്കും. ഈ രാത്രി ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂതായിട്ട് പറയാ, ചിലരുടെ പേരിനെ ദൈവം മാറ്റുവാൻ തുടങ്ങുന്നു. ചിലരുടെ പേരിനെ ദൈവം മാറ്റുവാൻ തുടങ്ങുന്നു. നിന്റെ പേരിന് യാക്കോബ് എന്നല്ല, നിന്റെ പേര് ഇസ്രായേൽ. ഉച്ചത്തിൽ പ്രാർത്ഥിക്കേ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കേ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കേ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കേ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കേ. Thank you, Jesus. നീണ്ട കാലഘട്ടങ്ങൾ വ്യക്തിപരമായി അനുഭവിച്ച മുറിവുകൾ, നീണ്ട കാലഘട്ടങ്ങൾ വ്യക്തിപരമായി സഹിച്ച ചില പ്രതിസന്ധികൾ, കർത്താവിനോട് പറ, എന്നെ ഒന്ന് മാറ്റണം, എന്നെ ഒന്ന് മാറ്റണം. കുഞ്ഞെ, ഉറപ്പ മഹത്വം ചലിച്ചാൽ നിന്റെ സ്ഥിതി മാറും. മഹത്വം ചലിച്ചാൽ നിന്റെ സ്ഥിതി മാറും. ഞാനത് അനുഭവിച്ചതാ. ഇവിടെ നിൽക്കുന്ന പലരും അത് അനുഭവിച്ചത് കൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇവിടെ നിൽക്കുന്നത്. ആമേൻ. അത്തിക്കയങ്കാരൻ ടിജോ പാസ്റ്റർ അത് അനുഭവിച്ചത് കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ആമേൻ. ആത്മാവിൽ കർത്താവിനോട് പറയാം, മഹത്വം കൊണ്ട് എന്നെ നിറയ്ക്ക. ഇവിടെ നീ മഹത്വം അനുഭവിക്കുമ്പോൾ ഇതാണ് മാറ്റമെങ്കിൽ വരുവാനുള്ള മഹത്വത്തിന്റെ സാധ്യത എന്താണ്? കർത്താവിനോട് പറ, കർത്താവേ, ആ മഹത്വം എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്തിരിയത്തില്ല. മഹത്വം എന്ന ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറകോട്ട് പോകത്തില്ല. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. എത്ര പേർ പ്രാർത്ഥിക്കും? കയറ് മുന്നോട്ട് കയറി വന്നാട്ടോ, ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാടാം. എല്ലാവരും കൂടെ ചേർന്ന് ഒരു ആരാധനയും കൂടെ വേണം ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ. ഹല്ലേലൂയ. ദൈവ മഹത്വം നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. എല്ലാവരും കൂടെ ചേർന്ന് ശക്തിയോട് ഹല്ലേലൂയ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. നന്ദിയോടടിവാണെന്നും സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. നന്ദിയോടടിവാണ്. പാടുക. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നീ ഓ സ്തുതിക്കൂ. നന്ദിയോടടി വണങ്ങും. ഓ സ്തുതിക്കൂ. ആയുസിൻ നാളല്ല, നന്ദിയോടടി വണങ്ങും. സ്തുതിക്കൂ,
സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി. ഒരിക്കൽ കൂടെ സ്തുതിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. വാഗ്ദത്തനാടതിലെ ശാശ്വതമാം വീട്ടിലെ സേവക ദൈവദൂതരല്ലോ. വാഗ്ദത്തനാടതിലെ ശാശ്വതമാം വീട്ടിലെ സേവക ദൈവദൂതരല്ലോ. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. ദൈവ പൊന്മുഖം ദിനം കണ്ടിടും ശുദ്ധരോടൊന്നായി ഞാൻ സ്തുതിച്ചിടും. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റും ആസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റും ആസന്നമേ. അതെന്നാശയേ അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ. എല്ലാവരും ചേർന്ന് പാടിക്കട്ടെ. അതൻ പ്രത്യാശയിൻ. ഈ മണ്ണിൽ എന്റെ ക്ലേശം എന്റെ ക്ലേശം അല്പകാലം മാത്രം മാഞ്ഞു പോകും. ഈ മണ്ണിൽ എന്റെ ക്ലേശം എല്ലാവരും ചേർന്ന് പാടിയാട്ടെ. മാഞ്ഞു പോകും നിത്യ തേജസ്സിൻ ഘനമാണതിൻ ഫലമെൻ പ്രിയനന്നു നൽകിടും. നിത്യ തേജസ്സിൻ ഘനമാണതിൻ ഫലമെൻ പ്രിയനന്നു നൽകിടും. തേജസ്സിലേശുവിൻ അഭിഷേകത്തിൽ ആരാധിച്ചാണ്, ആത്മനിറവിൽ ആരാധിച്ചാണ്. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. അതെന്നാശയേ പ്രത്യാശയിൻ പ്രഭാതമേ. അതെന്നാശയേ അതെന്നാനന്ദമേ അതൻ പ്രത്യാശയിൻ പ്രഭാതമേ. പ്രത്യാശയിൻ പ്രഭാതമേ. കാലമെല്ലാം കഴിയും ഇന്നു കാണാതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും ഇന്നു കാണാതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം ഇനിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം നാം നിത്യതയിൽ പിന്നെ പുതുയുഗം തിരിയും തിരികെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തിരിയും തിരികെ തിരികെ വരത്തില്ല, തിരികെ വരത്തില്ല. നമ്മൾ നിത്യതയിൽ മറയും. തിരികെ യേശുവിൻ നാമത്തിൽ മറയൂ. പിന്നെ പുതുയുഗം നിത്യതയിൽ മറയും.
യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ യേശുവിൻ നാമത്തിൽ കൃപ 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 കൃപ. ഈ രാത്രി ചിലരുടെ മേൽ പകർച്ചകൾ ഉണ്ടാകട്ടെ, ചിലരുടെ മേൽ നിറവുകൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഓ പ്രിയരെ, മഹത്വം വരുമ്പോ ഒരു പ്രകാശം സംഭവിക്കുമെന്ന് മാത്രമല്ല. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ അതിന്റെ കൺക്ലൂഷൻ പറയാം. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാർ ആകും. മഹത്വം നമ്മുടെ മേൽ അർത്ഥപൂർണതയിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ പ്രകാശമുള്ളവരായി മാറുമെന്നല്ല, അതതിനകത്ത് സംഭവിക്കുന്നു. നമ്മൾ അവനോട് സദൃശ്യന്മാരാകും. ഈ ഒരു വാക്യം മാത്രമല്ല, 2 കൊരിന്ത്യർ 3:18 തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അതാണ് ശരിക്കും ഗ്ലോറി എന്ന് പറയുന്നത്. തീർന്നില്ല. 1 കൊരിന്ത്യർ 15:47-48 മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകും. ഈ മോനെ കണ്ടിട്ട് മോനെ നിന്റെ ഡാഡി ആരാന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അവനെ കണ്ടാലേ അറിയാം ടീച്ചർ പാസ്റ്ററുടെ മോനാന്ന്. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമയാണ്. ഇത് സത്യമായിരിക്കുന്നത് പോലെ നമ്മൾ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. അതാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ മരണത്തിനപ്പുറത്തൊരു വെളിച്ചം കിട്ടുമെന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവിനെ പോലെ നമ്മളാകും. ഈ വെളിച്ചം കിട്ടുന്നവൻ എങ്ങനെ കർത്താവിനെ പിരിയാൻ പറ്റുന്നേ? ഇവൻ എങ്ങനെ യേശുവിനെ മറക്കുന്നേ? ആരെങ്കിലും ചോദിക്കും, പാസ്റ്റർ ഇതൊക്കെ ശരീരത്തിലാണോ?
ബൈബിൾ പറയുന്നു ശരീരത്തിൽ തന്നെയാ. ആ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ഫിലിപ്പ് ലേഖനം 3:21. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പൊ ഗ്ലോറിഫിക്കേഷൻ ബോഡിയിലാണോ? അതെ, ഈ ശരീരത്തിന്. ഫിലിപ്പിയർ 3:21 വിശ്വാസയോഗ്യമാണെങ്കിൽ ഈ ഗ്ലോറി നമ്മുടെ ഈ ബോഡിയെ ചേഞ്ച് ചെയ്യും. എങ്ങോട്ടാണെന്നറിയാമോ? യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോട്. ഇതിനെ കളയരുത് കേട്ടോ. ഒരു മിനിറ്റ് കൂടെ ഒന്ന് കണ്ണടച്ചേ. കർത്താവിനോട് പറ, കളയില്ല കർത്താവേ. എല്ലാ കണ്ണുകളും അടച്ച്, നിർബന്ധമായിട്ടും കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ ഈ മഹത്വത്തെ കളയത്തില്ല. പ്രാർത്ഥിച്ച് നിർബന്ധമായിട്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും കണ്ണടച്ച് കർത്താവിനോട് പറ, ഞാൻ ഈ മഹത്വത്തെ കളയില്ല. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ബഥേൽ കേരള ചർച്ചിന്റെ 1-ാം ദിവസത്തെ കൺവെൻഷൻ സമാപിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. കാരണം ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ആത്മാവിൽ പറയുക, കർത്താവേ, ഞാൻ ഈ മഹത്വത്തെ കളയത്തില്ല. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് നമ്മളെ വിളിച്ചേക്കുന്നേ. എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കും? ഒരു നാളിലും കളയില്ല. ഒരിക്കൽ കൂടി ആ 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ആധരത്തിൽ നിന്ന് ശബ്ദം കർത്താവിന്റെ കാതുകളിലേക്ക് എത്തത്തക്ക വിധത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. അപ്പാ, ഈ മഹത്വത്തെ ഞാൻ കളയില്ല. ഈ മഹത്വത്തെ ഞാൻ കളയില്ല. ഈ മഹത്വത്തെ ഞാൻ കളയില്ല. വേർപിരിയില്ലിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും, ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിയിടും ഞാൻ. വേർപിരിയില്ലിനി എന്തു ക്ലേശങ്ങൾ വന്നിടിലും, ഓരോ നിമിഷമതും തിരുമാർവതിൽ ചാരിയിടും ഞാൻ. അപ്പാ, ഇത് ഞങ്ങളുടെ വാക്കാണ്, ഇത് ഞങ്ങളുടെ തീരുമാനമാണ്, ഇത് ഞങ്ങളുടെ സമർപ്പണമാണ്. അങ്ങേ വിട്ട് ഒരു നാളിലും പോകാതിരിക്കാനുള്ള കൃപ അങ്ങ് ഞങ്ങളുടെ മേൽ പകരണമേ. പിതാവേ, ഇപ്പോൾ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഹാള് വിട്ട് അടുത്ത മിനിറ്റുകളിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു പുതിയ മനുഷ്യനെ പോലെ, ഒരു പുതിയ കാഴ്ചപ്പാടിൽ, ഒരു പുതിയ ദർശനത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു കൂട്ടമാക്കി കർത്താവ് മാറ്റുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം ചിലരുടെ ഉറക്കറകളിൽ സംസാരിക്കുന്നതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഭയങ്കര ചലനങ്ങളുടെ അകത്ത് ഈ ജനത്തെ നിർത്തുന്നതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. മണ്ണെ പ്രതിമാണിക്യം വെടിയാതിരിക്കാനുള്ള ആത്മശക്തി നൽകിയാട്ട് ജനം അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട് ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി എല്ലാവരും കൂടെ ചേർന്ന് ഹല്ലേലൂയ
പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. താങ്ക് യു.